തിരിച്ചിട്ടാ ഞാൻ വിചാരിച്ചു വണ്ടിയും കൊണ്ട് ഇപ്പോൾ പോണുണ്ട് ആ വണ്ടിയുടെ പോലത്തെ സൗണ്ടും കേട്ടപ്പോൾ തിരിച്ചു വരികയാണോന്ന് വിചാരിച്ചു. ഒരേ തിരിച്ചു വരാറായിട്ടില്ല. അല്ല പറയ ഒരേപോലത്തെ വണ്ടി പോണും കണ്ട് തിരിച്ചും വരുന്ന കണ്ടപ്പോഴേ എന്താണ്. ഓ എനിക്കിഷ്ടാ ബുള്ളറ്റ്. അനിയേട്ടന് കണ്ണിന്റെ ദൃഷ്ടി കണ്ടുകൂടാ ബുള്ളറ്റ്. രണ്ടുപേർക്ക് എന്താ അപ്പുറം കാലായിട്ട് ഇരിക്കണോ? എൻഫീൽഡിൽ എങ്ങനെ ഇരിക്കണെന്നോ നീ എന്താ നീ ചോദിക്കണത്? നീ കിച്ചുവിന്റെ സൈക്കിളിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, എൻഫീൽഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? ഇത്ര വിലയും കൊടുത്ത് വാങ്ങിട്ട് ഒരു സീറ്റ് ഒരാളിരിക്കുന്ന വണ്ടി പലതരം മോഡലിന്റെ. ഏട്ടാ എനിക്ക് രണ്ടാളിരിക്കുന്ന വണ്ടി ഇഷ്ടം. രണ്ടാളിരിക്കണതും ഒരാളിരിക്കണതും ഒക്കെ ഉണ്ട്. എന്നിട്ടില്ലേ ഈ ഏതെങ്കിലും ഒരു വണ്ടി കാണുന്നുണ്ടാവും. ആർക്കെങ്കിലും രാത്രിയിലില്ലേ വണ്ടിയിൽ പോണത് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ബൈക്കില് രാത്രി പോവാ. ഞങ്ങൾ അധികം രാത്രിയാ പോവാ. എൻഫീൽഡിന്റെ ഒരു മോഡൽ കണ്ടില്ല, ഇപ്പൊ എത്രങ്ങാനും മോഡലുകളാണ്. എനിക്കില്ലേ ബൈക്കിലിങ്ങനെ എന്തോ ഇഷ്ടമാണെന്ന് പറയും. അനിയേട്ട ഓട്ടോ എടുക്കട്ടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞങ്ങൾ രണ്ടുപേരും ആണോ എന്ന് വെച്ചാൽ വേണ്ട അനിയേട്ട ഓട്ടോ പോണ്ട ബൈക്കിൽ പോവാന്ന്. അനിയേട്ട എന്നിട്ട് ഒരു പ്രാവശ്യം മഴ നനഞ്ഞു വന്നപ്പോ എനിക്ക് പനി പിടിച്ചില്ല, ഏട്ടന് പനി പിടിച്ചു മഴയത്ത് ബൈക്കിൽ വന്നിട്ട്. മഴക്കാലത്ത് വണ്ടിയിലപ്പോ ബൈക്കിൽ എനിക്ക് പനി പിടിച്ചില്ല. അത് മഴയുള്ള സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അങ്ങനെ മഴയില്ലെങ്കിൽ പിന്നെ ശരി, മഴയുള്ള സമയത്ത് അടുത്ത ദൂരേക്ക് പോകാൻ വെച്ചാൽ കുഴപ്പമില്ല, ഈ അടുത്ത കൂടെ പോകാൻ വേണ്ടിട്ട്. എന്താ ഏട്ടാ നിങ്ങളിങ്ങനെ പറയുന്നത്? ബൈക്കിൽ പോണത് ഒരു വികാരല്ലേ, വിചാരങ്ങളല്ലേ അല്ലേ? എനിക്ക് ബുള്ളറ്റ് ഇഷ്ടാ. ഓരോന്ന് വാങ്ങാൻ നമുക്ക്. ബുള്ളറ്റോ? ഓരോന്നല്ല ഒന്ന്, ഓരോന്നോരോന്ന് വാങ്ങാൻ പറ്റില്ല. അതിന്റെ വില എന്താ വെച്ചിട്ടാ? എനിക്ക് വേണ്ടേ ആരുടെങ്കിലും ഒക്കെ കിട്ടുമ്പോ ഓടിക്കാൻ കിട്ടുമ്പോ മതി. ആരപ്പോ എൻഫീൽഡിലുള്ളവർ ഓടിക്കാൻ തരുന്നു? നാളെ ആരാ വാവ ഉണ്ടെന്നപ്പോ നമ്മൾ ഓടിച്ചില്ലേ? അപ്പൊ ഒന്നും ഓടിച്ചില്ലേ? അപ്പൊ അങ്ങനെ ഓടിച്ചാൽ മതി. അത്രയൊക്കെ തന്നെ ആഗ്രഹമേ ഉള്ളൂ. അല്ലാതെ വാവയുടെ മാമന്റെ വണ്ടിയാണ്. ഇനിയിപ്പോ അവനെ കൊണ്ടുവരും. അവനെ നാട്ടിക്ക് വരില്ലേ, പിന്നെ അവന്റെ എൻഫീൽഡ് എങ്ങനെ ഓടിക്കാൻ കിട്ടും? അത് കാത്തിരിക്കേണ്ടി ഇരുന്നോളൂ കേട്ടാ. എൻഫീൽഡ് ഓടിക്കാൻ അതിന് പോകാൻ കാത്തിരുന്നോളൂ. ചക്ക കൂട്ടാനല്ല, ചക്ക പഴുത്തത് ഉള്ളത് എന്താ വെള്ളം ഇറങ്ങിയിട്ടും അതില്ലാതെ ചക്ക കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചക്ക 3-4 പ്രാവശ്യം കറി വെച്ചു, 2 പ്രാവശ്യം മറ്റേ പുഴുക്കുണ്ടാക്കിയുള്ളൂ. പിന്നെ ഒന്നാമത് ചൂട് ഭയങ്കര ചൂടായിരുന്നു. ചൂടായിട്ട് എന്താ സാധാരണ ചക്കപ്പുഴുക്കും ചക്കക്കൂട്ടാനൊക്കെ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഉണ്ടാക്കിയതാണ്. ചക്കങ്ങൾ മടുക്കും, ചക്കക്കൂട്ടാൻ നിന്ന് മടുക്കും. ചക്കക്കൂട്ടാൻ തിന്ന് മടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ചക്കപ്പുഴുക്ക് അമ്മുട്ടി എന്നിട്ട് പറയുകയും ചെയ്തിരുന്നു, അമ്മ എന്താ ചക്കപ്പുഴുക്ക് ഈ പെരും ചൂടത്തില്ലേ പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല. 11 മണിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മണിയാവണം. അപ്പൊ രാവിലത്തെ പണിയും കഴിഞ്ഞ് കഴിഞ്ഞല്ലേ മിണ്ടാതിരിക്കായിരുന്നു. ചൂട് ഒരുപാട് ചൂടുള്ളപ്പോൾ ചക്ക ഉണ്ടാക്കിയിട്ട് കാര്യം തിന്നാൻ പറ്റില്ല. ഓ ഇന്നെന്താ പണി നടക്കണില്ല? മണ്ണ് കൊണ്ടുണ്ട് അവിടുന്ന്. അവിടെ പോയി നോക്കിക്കും. ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാം. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി. ഒരു ദിവസം ഉണ്ടാക്കണല്ലേ? ഒന്നും കൂടി പൊടിയാണ് കേട്ടോ. ഇതില്ലേ എൻ്റെ വീട്ടിൽ പോയി എനിക്ക് ഭയങ്കര നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഉപ്മാവ്. ഇത് മാത്രം സേമിയ ഉപ്മാവ് നല്ല ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നേന്ത്രപ്പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും ഈ ഉപ്മാവും പാടെയാണ് തരിക. നല്ല രസം ഉണ്ടാവില്ല ഏട്ടാ. ഇത് മുട്ട എന്താ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇത് തരും. ഇതിൻ്റെ കൂടെ കട്ടൻ ചായ കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ അവിടെ വെച്ചതാണ്. എന്തിനമ്മയ്ക്ക് ഒരു 10:30 മണിയൊക്കെ ആകുമ്പോൾ
ഓണം വരാൻ തുടങ്ങിയില്ലേ? ഓണത്തിന്റെ നേരത്തെ നമ്മളില്ലേ എന്തെങ്കിലുമൊക്കെ സീഡ് വെക്കണം അല്ലേ? നേരത്തെ പൂവൊക്കെ ഇട്ടേക്കണം. നേരത്തെ പൂവൊക്കെ ഇട്ടേക്കണം. റെഡിമെയ്ഡ് പൂക്കളം വാങ്ങണം. ഓണം ഇന്നും ഇവിടെ വീട്ടിൽ വരുമ്പോഴേക്ക് എന്തെങ്കിലും ചെയ്ത് ഓണം വരുമ്പോഴേക്ക് ഞാൻ പൂവൊക്കെ ഇട്ടേക്കും. ഇന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വരും കേട്ടോ. കാരണം വാങ്ങിട്ടാ മതിയില്ലേ? അതൊന്ന് തുടച്ചിട്ട് പിറ്റേ ദിവസം വെച്ചാൽ മതിയല്ലോ അല്ലേ? ഇപ്പൊ വലുതിടണം, വലുത്. പിന്നെ പൂക്കളറിന്റെ വലിയ പൂത്തറ വെക്കണം. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പൂവിട്ടോടെ ഇട്ടോ? ഓ, അത് ഉമ്മർത്തല്ലിട്ടു. ഉമ്മർത്തിട്ടു. ടൈലിന്റെ ഓണം കഴിഞ്ഞിട്ടുണ്ട്. ഓണം കഴിഞ്ഞിട്ടല്ല, ഓണത്തിന്റെ ആ തിരുവോണ സമയത്ത് ഇട്ടു. ഇവിടെ ചതയം ദിവസം ഇവിടെ പാല് കാച്ചിലായിരുന്നു. അതിന് മുമ്പ് നമ്മള് പൂവിട്ടോടെ. സേതോട്ടം പൂവിടം ഇട്ടോ പറഞ്ഞിട്ട്. പാല് കാച്ചില് കഴിഞ്ഞിട്ട് അടുത്ത ചതയം വന്നു കഴിഞ്ഞാൽ ഒരു കൊല്ലായി. ഇതിൽ ഉപ്പിട്ട വെള്ളം എന്താ ചതയം വന്നു കഴിഞ്ഞാൽ ഒരു കൊല്ലായി. തിരുവോണ പിന്നെന്താ, പാല് കാച്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ അവിടെ കടന്ന്, ഓർമ്മ ഉണ്ടോ? കുറച്ചു ദിവസം കടന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഇതിന്റെ പണി മരപ്പണി ആയപ്പോ പിന്നെയും ഇവിടെ വന്ന് കിടന്ന് അല്ലേ? ഓണത്തിന് പാല് കാച്ചി ഡിസംബർ 28 നമ്മള് എന്താ ഫംഗ്ഷൻ വെച്ച്. ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് പിന്നെ. അല്ല പറയുക, നമ്മുടെ ഇപ്രാവശ്യത്തെ പുതിയ വീട്ടിലെ പുതിയ ഓണം അല്ലേ? നമ്മള് വിഷു അങ്ങനെ ആഘോഷിച്ചു കേട്ടോ. പിന്നെ ആദ്യത്തെ ഓണാണല്ലേ? ആദ്യത്തെ ഓണം വിഷു നമ്മളവിടെ കൊറേ കാലം കാത്തിരുന്ന ആദ്യത്തെ ഓണാണ് വിഷു. നമ്മളവിടെ ആഘോഷിച്ചില്ലേ ഓണം? നമ്മളെല്ലാരും അവിടെ തറവാട്ടില്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താന്നറിയോ, ഉത്രാടം ദിവസം എന്താ അല്ല, ഉത്രാടം ദിവസം നമ്മൾ അവിടെ ആഘോഷിക്കും, തിരുവോണം ദിവസം ഇവിടെ ആഘോഷിക്കും. വിഷുവിനാണ് പറഞ്ഞാൽ ഇപ്രാവശ്യം എന്തായാലും എല്ലാവരും പാടെ കൂടണം എന്നുള്ള ഇതില് വിഷു അവിടെ ആഘോഷിച്ചു കേട്ടോ. ഞാൻ അടുത്ത കൊല്ലമൊക്കെ ഇവിടെ തന്നെ. പിന്നെ തറവാടുള്ള സമയത്ത് അങ്ങനെ കണ്ടിട്ടില്ലേ? തറവാട്ടിൽ വെച്ചിട്ടല്ലേ അല്ലേ അമ്മ ചെയ്യാ? തറവാട്ടിലെല്ലാരും അജീനെ കുളിക്കുക. അവനൊക്കെ വരുമല്ലോ, അജിയേട്ടനൊക്കെ അല്ലേ? മുത്തുമണിയൊക്കെ ഉഷാറാവപ്പോഴേക്ക് മുട്ടത്തി ഓടാനൊക്കെ ആവുമ്പോഴേക്ക് ചിലപ്പോ ഏട്ടനാണ് പറഞ്ഞ നമ്മള് ഇല്ലേ ഇവിടെ കുട്ടികളൊക്കെ വലുതായില്ലേ? അപ്പൊ അവനല്ലേ ചെറുത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവന്റെ കൊഞ്ചലും ഇതൊക്കെ അല്ലേ? എന്താ കൂട്ടം കൂടുന്നു പറഞ്ഞിട്ടാ. വലിയച്ഛൻ്റെ അടുത്ത് കലപിലേ പറഞ്ഞിട്ട് കൂട്ടം കൂടിയിരുന്നു. അനിയന്റെ അല്ലെങ്കിലും കുട്ടികളല്ലേ, കൊഞ്ചിക്കാൻ കുറച്ചൊരു കഴിവ് കൂടുതലാണ് അല്ലേ? പിന്നെ ഞാനൊരു കാര്യം പറയണത് എന്താ, അതല്ലേ ഞാനൊരു കാര്യമായിട്ട് പറയട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്താന്നറിയോ, നമ്മള് കുറച്ചധികം ഓരോ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ കൂടെയാണ് കേട്ടോ പോണത്. അപ്പൊ എനിക്ക് പ്രൊമോഷൻ വരുന്നുണ്ട്. പ്രൊമോഷൻ വരുമ്പോ ഞാൻ ഇതുവരെയും പ്രൊമോഷൻ തട്ടി നീക്കി വേണ്ട ചെയ്യില്ല എന്നുള്ള ഒരു കൊല്ലം ചെയ്യാതിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാല് എന്റെ ഇവിടെ ഇല്ല, അവിടെ കുറച്ചധികം ആശുപത്രി കാര്യങ്ങളും ഓരോ തിരക്കുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ബുദ്ധിമുട്ടുകൾ, തിരക്കുകളല്ല അല്ലേട്ടാ? എന്റെ വീട്ടില്. അപ്പൊ എനിക്കെന്താന്ന് വെച്ചാല് ഏട്ടനൊക്കെ, എന്റെ മൂത്ത ഏട്ടനൊക്കെ ഒരു മാസം മരുന്നിന് 18,000 രൂപയൊക്കെ വേണം. നമ്മൾ എന്തെങ്കിലും എന്താ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അതൊരു ആശ്വാസമാവില്ലേ? എന്താ വെച്ചാൽ 2-3 കുട്ടികൾ പഠിക്കാൻ, 3 അല്ല 4 മക്കൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ തന്നെ നല്ല പൈസ ആവുമല്ലോ. അപ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ പ്രൊമോഷനുകൾ എടുത്താലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ എന്താ വെച്ചാൽ കുറേ കൂട്ടുകാർക്ക് അറിയാം നമ്മളിതുവരെ ചെയ്യാത്തത് കൊണ്ട്, നമ്മളിതുവരെ എപ്പോഴും പറയാറുണ്ട് നമ്മളിത് ചെയ്തിട്ടില്ല. പക്ഷെ നിവർത്തികേടും കൊണ്ട് നമുക്കത് ചെയ്യേണ്ടി വരും എന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്തോട്ടെ. ഏതിലേട്ടാ? അല്ല, നമ്മളിപ്പോ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് അല്ല, നമ്മൾ ആവശ്യമുള്ളൊരു വാങ്ങിയാൽ മതി. കാരണം നമ്മളെന്തെങ്കിലും ഫേസ് ക്രീമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻ ആയിട്ടാണ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ നന്നൂന്ന് പറയും ചെയ്യണമെങ്കിൽ നന്നൂന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഒരു സാധനം പ്രൊമോഷൻ ചെയ്യാൻ ഇത് നന്നല്ല എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ എന്താ നിങ്ങളോട് നമ്മൾ എന്തും ഉപയോഗിച്ച് നോക്കിയതിനു ശേഷം റിവ്യൂ അറിയാറുള്ളൂ. പിന്നെ നിങ്ങളിപ്പോ ഈ ഷോർട്സിൽ കാണുന്ന വീഡിയോസിൽ കാണുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ എന്റെ സ്വന്തം പൈസയും കൊണ്ട് എടുക്കണം കേട്ടോ. അതൊന്നും അല്ല, ചില ആൾക്കാരൊക്കെ കിട്ടുന്നുണ്ട്.
ചില ആൾക്കാർക്ക് എനിക്ക് വന്നതാണ് ലേട്ടത്. നമുക്ക് തുടക്കത്തിലൊക്കെ പക്ഷെ നമുക്കത് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് നമുക്ക് അത് തട്ടി നീങ്ങിപ്പോയി. അങ്ങനെ കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം പൈസക്ക്, അതാണ് വില കുറവുള്ള സാധനങ്ങൾ സ്വന്തം പൈസക്ക് ഞാൻ വാങ്ങിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. പക്ഷെ എനിക്കിപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ആവശ്യം വന്നു പോവുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളുടെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യണ പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കള് വലുതാവണ സമയത്ത് ഇന്നത് നമ്മൾ ചെയ്തിരുന്നല്ലോന്ന് വീണ് കിടക്കുമ്പോഴല്ലേ നമ്മൾ അവിടെ നിന്ന് മെല്ലെ നീപ്പിക്കേണ്ടത് അല്ലേ. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതും കൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ അവരുടെ വിഷമങ്ങളൊക്കെ നമ്മളും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്കും പറ്റുള്ളൂ. വേറെ നമുക്ക് എന്ത് നിവൃത്തിയുണ്ട്. പക്ഷെ എന്തെങ്കിലും എന്താ പറയാ, ഒന്നുകൂടെ ഒരു തള്ള്, അത്രയെന്ന് ഞാൻ വിചാരിക്കണുള്ളൂ. പറ്റുന്നത് ചെയ്യാന്ന് മാത്രം. അപ്പൊ എനിക്ക് അങ്ങനെ മനസ്സിൽ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ എന്താ ഫേസിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാച്ചാ ഉപയോഗിക്കുന്നവർ മാത്രം ചെയ്താൽ മതി. നമ്മളെ വേറെയുള്ള വീഡിയോസ് ആൾക്കാർ പറയുന്നുണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. പ്രസി അത് പറഞ്ഞു, ഞങ്ങളത് ചെയ്തു, ഞങ്ങൾക്കത് പ്രശ്നമായി എന്ന് ഒരിക്കലും നിങ്ങൾക്ക് കൂട്ടുകാർക്ക് അത് തോന്നരുത്. കാരണം എന്താ വെച്ചാൽ അത്രയും നമ്മൾ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ കാരണം ഞാൻ തന്നെ എത്രയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മുഖത്തൊന്നും ചെയ്യാറില്ല. നിങ്ങൾ കാണുമ്പോൾ കണ്ടിട്ടില്ലേ, ഞാൻ ഇതേപോലെയാണ്. ഇപ്പൊ കുളി കഴിഞ്ഞ് ഒരു പൊട്ടോ ഒരു പൗഡറോ ഒന്നും നമ്മളില്ല, നമ്മളെ ചെയ്യാറില്ല. അമ്മ എന്റെ മുഖത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ കണ്ടോ. ആ പിന്നെ അമ്മയ്ക്കറിയില്ലേ, 19 കൊല്ലായില്ലേ അമ്മടെ മകൾ എത്ര കാലം നിന്നക്കണു ചോദിച്ചൊക്കെ അമ്മയുടെ അടുത്ത്. അപ്പൊ മക്കള് അവള് പോയി കഴിഞ്ഞിട്ട് ഞാൻ വന്നതാ, പിന്നെ ഞാനാ മകള്. അപ്പൊ അവർക്കറിയില്ലേ അവളെക്കാളും കൊല്ലായി പോ ഞാൻ അവളെക്കാളും എക്സ്പീരിയൻസ് കൂടുതലിക്കാണ്. ഇനി നീയാവും രജിതേവും അല്ലമ്മ. നമ്മുടെ പെമ്മക്കള് അല്ല, പെമ്മക്കള് വിരുന്നുകാരും മരുമക്കള് വീട്ടുകാരുമാണ്. എൻ്റെ അമ്മ പറയുന്നതാണ് കേട്ടോ. പെമ്മക്കള് വിരുന്നുകാരാണ് പറയും. എന്താ വെച്ചാൽ വിരുന്ന് വരാനും പോവാനും, പിന്നെ എന്താ വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും വയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിഷമം ഉണ്ടല്ലോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്നറിയോ, ഇതെനിക്കിത് ചോദിക്കണം എന്ന് നല്ലൊരാഗ്രഹം. എന്താണ് ഫുൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ അല്ലേട്ടാ, ഫുൾ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. നീ ഇത് കഴിഞ്ഞിട്ട് വേണം അവരെയും കൊണ്ട് ആശുപത്രി പോവാന്. അപ്പൊ ഇത് നമ്മള് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരികയാണ് കേട്ടോ. അപ്പൊ വരുമ്പോഴൊക്കെ നമ്മൾ തട്ടി നീക്കിയിട്ട് ഇപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു നിലനിൽപ്പിന് വേണം. കാരണം അസുഖങ്ങളും എല്ലാതൊന്നും മാറി കിട്ടണ വരെ നമുക്കൊരു പേടിയല്ലേ അല്ലേ. പിടിവള്ളിയാണ്. എന്താ അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ മരുന്നില്ലാതെ ഓരോരുത്തർക്കും മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥകൾ വരുമ്പോ നമ്മളെപ്പോലെ സാധാരണക്കാര് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് ദൈവം ഒരവസരം തരുന്നത് നമ്മളത് വേണ്ടാന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഞാനതാ പറയുന്നത്, കൂട്ടുകാരോട് പിന്നെയും പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊരു സാധനമാണെന്ന് പറഞ്ഞു വെച്ചാൽ, അങ്ങനെ നമുക്കിപ്പോൾ ഒരു കമ്പനി തരുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രസി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് വെച്ചാൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പരിചയമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഡ്രസ്സൊക്കെ പിന്നെ നമുക്ക് ഒരു പേടിയില്ലാണ്ട് നിങ്ങളോട് നമുക്ക് പറയാം. ഫേസ് ക്രീം പോലുള്ള സാധനങ്ങളൊക്കെ പേടി. അതാണ് പേടി. ഇപ്പൊ എനിക്ക് ഡോക്ടർ തന്നിട്ടുള്ള എന്താ സൺസ്ക്രീം, അതേപോലെ തന്നെ ഫേസ് വാഷ്, ഇതൊക്കെ നമുക്ക് ഡോക്ടർമാർ തന്നത്. ഇപ്പൊ ഞാൻ അതല്ലാതെ വേറൊരു ഇൻസ്റ്റയിൽ കൂടെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് ഒരു മഞ്ഞളിന്റെ സിറം വാങ്ങിയിട്ട് ഞാൻ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കില്ല. ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ എൻ്റെ മറന്നുപോകും. എൻ്റെ കാര്യങ്ങൾക്ക് എന്തും ചെയ്യാനും ഞാൻ മറന്നുപോകും. ഒരു മാസം ഇപ്പൊ ഞാനത് എന്താ ഓയിൽ, അത് സിറമാണ് കേട്ടോ. അതന്നെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് 3.5 മാസം കഴിഞ്ഞു. ആകെ ഒരു 2 മാസം എത്തില്ല അത്രേ. അതൊരു മാസം എത്തുള്ളൂ. ഇത് എത്ര പോകുന്നതാണതേ. അല്ല 3 മാസം എത്തിച്ചു അല്ലേ.
അല്ല ഞാൻ എന്താണെന്നറിയോ, ഒരാളുടെ മുമ്പിൽ നമ്മൾ കൈ നീട്ടുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ നിങ്ങളോട് പറഞ്ഞിട്ട് ചെയ്യണത് അല്ലേ? അതാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് വീട്ടിൽ അല്ലെങ്കിൽ ആ ബാധ്യതകളുണ്ട് ഈ ബാധ്യതകളുണ്ട് എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും നല്ലത് എന്താ, നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ ചോദിച്ചിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത്. കാരണം നാളെ നിങ്ങൾ പറയുന്നത് പ്രസി അതിന് വേണ്ടിയിട്ട് അത്യാഗ്രഹം കാണിച്ചു അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചു എന്നുള്ളത് ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പം അതന്നെ പറയുന്നത്. നിങ്ങളാരും ആരും പറയാൻ നിൽക്കില്ല. പക്ഷേ അല്ല നമ്മൾ പറയാം, അല്ല വീഡിയോ കൂടെ നിങ്ങൾ പറയണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതെനിക്ക് ഞാൻ ഇന്നലെ മുതൽ ഇങ്ങനെ ഏട്ടൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അനിയേട്ടൻ എടുത്ത് പറഞ്ഞു വീഡിയോ കൂടെ പറയട്ടെ. ഇനിയിപ്പോൾ ഇത് കാരണം പ്രൊമോഷൻ കിട്ടാതിരിക്കുമെന്നും എനിക്കറിയില്ല, ഒന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയുക, തുണി പോലുള്ള ഇതുപോലെയുള്ള ക്രീം ഐറ്റംസ് എനിക്കൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കെന്താ വെച്ചാൽ ഒരു പിടിവള്ളിക്ക് നമുക്കത് വേണം, അത് ചെയ്യണം കേട്ടോ. ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. ഓരോ +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ പഠിത്തത്തിന് നല്ല പൈസ ആവുമല്ലോ. എത്ര മാർക്ക് കുറവാണ് പറഞ്ഞു വെച്ചാൽ, ഞാൻ മിഞ്ഞാത്ത വീഡിയോയിൽ പറഞ്ഞ പോലെ അച്ഛനമ്മമാർ പൈസ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ലേട്ടാ എടുത്ത് ഡൊണേഷൻ കൊടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇരിക്കണ വീട് ബാധ്യതയിൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ. അപ്പോൾ നാളെ അവരൊക്കെ വളർന്ന് വലുതാവുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ തോന്നുക വെച്ചാൽ തോന്നട്ടെ. നമ്മളൊന്നും ഒരാൾക്കൊന്നും പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഒരാൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കുട്ടികളെ പഠിക്കാൻ വിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ 20,000 30,000 എന്നല്ല, പിന്നെ 40,000 50,000 1 ലക്ഷം. അത് മാസം 2 മക്കൾക്ക് പഠിക്കണമെങ്കിൽ പൈസ എത്രയോ. ഏട്ടൻ്റെ കുട്ടി 6.5 ലക്ഷം രൂപയെ തോന്നുന്നു അവൻ്റെ കോഴ്സ് കഴിയുമ്പോഴേക്കും. പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ എന്തോ അങ്ങനെ ഫോണിൻ്റെ എന്തൊക്കെയാണ്, നമുക്കതിനെ പറ്റിയിട്ട് അധികം അറിയില്ല കേട്ടോ. എന്നാലും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇതായിരിക്കണം. ഇനിയിപ്പോൾ ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും അടുത്ത ആളായി. മക്കൾ പ്രൈവറ്റിലും ഇതിലൊക്കെ പഠിക്കുകയാണ്. അതാണ് പറയുന്നത്, മക്കൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അല്ലേ. എല്ലാവർക്കും ഇപ്പം അതിനുള്ള കഴിവും ഉണ്ടാവില്ല. ഉപ്മാവ് വെച്ചോളി, വേണ്ട കറിവേപ്പിൻ്റെ ഇല വേണമായിരുന്നു കേട്ടോ. മുട്ടയൊന്നുമില്ല കേട്ടോ, പഴമുണ്ട്. നിങ്ങൾ ഇതില്ലേ ചില അമ്പലത്തുകൾ കൂടെ എന്താ കിട്ടും കേട്ടോ നമുക്ക് പ്രസാദം. ഇതും റവയും പാടെ കൂടിയിട്ട് അല്ലേ നല്ല കട്ടയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ഉണ്ടാക്കണ ഒരു ടേസ്റ്റ് അല്ല, അവരുടെ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. ഞങ്ങൾ നാളെ എന്താ ഇവിടെ ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ പോയപ്പോൾ സൂചി ഗോതമ്പും കൂടെ ഉപ്മാവ് ഉണ്ടാക്കിണു അല്ലേട്ടാ. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. സുനി കഴിച്ചോ? എല്ലാവരും കഴിച്ചോ? എടുത്തടി പെണ്ണേ. ഓരോരുത്തർക്ക് ഓരോ കൊടുത്തോ സുനി, എന്നാലും അണക്ക സമയത്ത് കഴിക്കാൻ പറ്റും. നെയ്യ് കഴിച്ചോ? പഴം പൊറോട്ട തിന്നില്ല അവൻ, ഇനി അവനെ നോക്കണ്ട. അപ്പോഴേ നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. എന്തായാലും അല്ലേ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണേ. അപ്പോൾ നാളെ കാണാം.